Good afternoon, all. Good afternoon. Good afternoon. Vinsha, wait, Viti. പൊടിയടിച്ചിട്ട് നല്ല പൊടിയാ. Hello? ഇവിടെ ഭയങ്കര പൊടിയാ മിസ്സേ. ഇവിടെ കണ്ണൂരാ സ്ഥലം. മുറ്റമൊക്കെ അടിക്കുമ്പോഴേക്കും പൊടി പോയിട്ട് രക്ഷയില്ല. Okay. Yeah. പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ? സുഖാണോ? നല്ല സുഖ. ഓക്കെ. ഇന്ന് ആരും ഇല്ല ഈ ക്ലാസ്സില്. കോഴ്സ് കംപ്ലീറ്റ് ആവാറായപ്പോ സ്റ്റുഡൻസ് ഒക്കെ കുറഞ്ഞോ? ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ അല്ലെ? ഇന്ന് നിങ്ങളുടെ ടോപ്പിക് നോക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഞാൻ. യെസ്, അറിയാ, പറയൂ. V1, V2, V3 സെന്റൻസ് എഴുതിക്കൊണ്ട് വന്നു. ഓക്കേ. യാ, പറയൂ റിയ. പറഞ്ഞോട്ടെ. പറയൂ. V1 എന്ന് പറയുന്ന പ്രസന്റ് ടെൻസ്. I play, we play, you play. I play, we play, you play. Present tense ആണ് V1. V2 എന്ന് പറയുന്ന past tense. I played, we played, you played. V3 എന്ന് പറയുന്ന past participle. I have played, you have played, she has played, he has played. I have played, you have played, she has played എന്ന് പറയുമ്പോൾ past participle V3 form. ഞാൻ പറഞ്ഞു. ഓക്കേ റിയ, കറക്റ്റ് ആണ്. ഓക്കേ, കറക്റ്റ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകുമ്പോ ഹാഫ് ചേർക്കും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിളിന് ഹാഫും ചേർക്കും. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കേ, ക്ലിയർ ആണ്. ഓക്കെ, ഇത് രണ്ടുപേരേ ഉള്ളൂ ക്ലാസ്സില്. ആഹാ, അടിപൊളി. വിൻഷ, ഞാൻ എന്തെങ്കിലും ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ പാടുണ്ടായിരുന്നോ? ഞാൻ എഴുതിയിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടംപോലെ പഠിക്കാനുള്ളതുകൊണ്ടായിരുന്നു. ക്ഷമിക്ക്. ഓക്കെ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഇന്റർവ്യൂ, നിങ്ങൾ എങ്ങനെ ഇന്റർവ്യൂ ഫേസ് ചെയ്യാം, നിങ്ങൾ എങ്ങനെ ഇന്റർവ്യൂ പോവാ, അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അല്ലെ? അതായത് ഇന്റർവ്യൂ ഗ്രൂമിംഗ് എന്ന് പറയാം. വലിയ കാര്യമായിട്ടുള്ള ഗ്രൂമിംഗ് ഒന്നല്ല കേട്ടോ ക്ലാസ്സിൽ തന്നെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, കോഴ്സ് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാലോ, അല്ലെ? അത് ഓഫ് കോഴ്സ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു CV, അല്ലെ? നമുക്കൊരു റെസ്യൂം വേണം, അല്ലെങ്കിൽ ഒരു CV. അത് ഒരു നല്ല ഒരു പെർഫെക്റ്റ് CV എപ്പോഴും റെഡിയാക്കി കയ്യിൽ വെക്കും. അത് ഒരുപാട് വലിച്ചുവാരി എഴുതിയ ഒരു CV ആയിരിക്കരുത് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ഇത് വേണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ്, എക്സ്പീരിയൻസ്, അത്രയൊക്കെ മതി. നല്ലൊരു CV നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളല്ല, അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാം. അപ്പോ അത് ഒരു CV, നല്ല ഒരു CV റെഡിയാക്കി വെക്കാം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏറ്റവും ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ഗ്രൂമിംഗില്. ഇന്റർവ്യൂ ഗ്രൂമിംഗ് അല്ല, നിങ്ങളൊരു എന്തിനാ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലും എന്തിനാണെങ്കിലും നിങ്ങൾക്ക് ഒരു CV ആവശ്യമാണ്, ആവശ്യമാണെന്നല്ല, അത്യാവശ്യമാണ്. അപ്പോ നല്ലൊരു CV റെഡിയാക്കി എപ്പോഴും കയ്യിൽ വെക്കുക. ഓക്കെ, വർഷങ്ങളോളം കയ്യിലിരിക്കുന്ന CV വേണ്ട, അപ്ഡേറ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ. അപ്പൊ ഒരു നല്ലൊരു CV റെഡിയാക്കി വെക്കാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി എന്താണ് ഇന്റർവ്യൂ പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നന്നായിട്ട് ഡ്രസ് ചെയ്യുക. കല്യാണത്തിന് പോണ പോലെ ഡ്രസ് ചെയ്യരുത്. ഓക്കെ, അപ്പോ നന്നായിട്ട് ഡ്രസ് ചെയ്യുക. അത് കുറച്ച് പ്രൊഫഷണൽ ആയിരിക്കണം, നീറ്റ് ഔട്ട്ഫിറ്റ് ആയിരിക്കണം. ഡ്രസ്സിങ്ങിന് പ്രൊഫഷണൽ ആൻഡ് നീറ്റ് ഔട്ട്ഫിറ്റ് ദാറ്റ് ഫിറ്റ്സ് വെൽ, നന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന ഒരു ഡ്രസ് ആയിരിക്കണം നമ്മൾ വെയർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവോയ്ഡിങ് എക്സസീവ് ജ്വല്ലറി, ഒരുപാട് ജ്വല്ലറീസ് ഒന്നും ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞ കല്യാണത്തിന് പോണ പോലെ പോകരുത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് മേക്കപ്പോ ഒരുപാട് ആക്സസറീസോ ഒന്നും വെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പോവാ, നല്ല ഹമ്പിളായിട്ട്. ഓക്കെ, മേക്കപ്പ് ഇടുന്നവര് മേക്കപ്പ് ഇടാമില്ല എന്നല്ല, ന്യൂഡ് ആയിരിക്കണം, അത്രയും എക്സ്പോസ്ഡ് ആകരുത്. ഓക്കെ, ന്യൂഡ് മേക്കപ്പ് എപ്പോഴും നല്ലതാണ്. Then ensure good oral hygiene and a fresh breath. Hygiene ആയിരിക്കണം, നമ്മുടെ breathing fresh ആയിരിക്കണം. ഓക്കെ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then apply light smell perfume. Okay, ഒരു ഇത്രയും ഹാർഡ് സ്മെൽ ആകരുത്, ലൈറ്റ് സ്മെൽ ഒരു പെർഫ്യൂം ആയിരിക്കണം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഡ്രസ്സിംഗ് ആയി, മേക്കപ്പ് ആയി, then ഹെയർ സ്റ്റൈലും അറിയാലോ, ഒരു പ്രൊഫഷണൽ, ഒരു ലൈഫ് പ്രൊഫഷണൽ പോലെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. സിമ്പിൾ ആയിട്ട്, എന്തും സിമ്പിൾ ആയിട്ട് എല്ലാം ചെയ്ത് ഡ്രസ്സപ്പ് ചെയ്ത് റെഡിയായി പോവാം. ഓക്കെ, then most important thing, be punctual. പങ്ക്ച്വൽ ആയിരിക്കണം, കറക്റ്റ് ടൈമിൽ പോകണം. കറക്റ്റ് ടൈമിൽ എത്തണം, കുറച്ച് മുന്നേ എത്താം. കാരണം കറക്റ്റ് ടൈമിൽ പോകാൻ നിൽക്കരുത്. കുറച്ച് മുന്നേ എത്തി അവിടെ കുറച്ച് അവര് പറയുന്നത് 10 മണിയാണെങ്കിൽ ഒരു 9:45 ആകുമ്പോഴേക്കും അവിടെ എത്താൻ ശ്രമിക്കാം. എന്നാലും നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആവുള്ളൂ, കുറച്ച് കാമായിട്ടൊക്കെ ഇരിക്കാം, ഫ്രീ ആയിട്ടിരിക്കാം. അല്ലെങ്കിൽ ചെന്നപാടി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ച് നിങ്ങൾ നെർവസ് ആയിരിക്കും, അല്ലെ, ടെൻസ്ഡ് ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ ഇന്റർവ്യൂവിനെ എഫക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ പിന്നെ എന്താണ്, ബി കോൺഫിഡൻറ്റ്. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് ആർക്കും ഇല്ലാത്തൊരു സാധനമാണ്, അല്ലെ. കോൺഫിഡൻസ് ഉണ്ടാവണം. ഈ പേടി, ടെൻഷൻ, നെർവസ്നെസ് ഇതെല്ലാം മാറണം. ഇപ്പൊ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ആ ജോലി തന്നെ കിട്ടണം എന്നൊരു നിർബന്ധമില്ല. അതല്ലെങ്കിൽ വേറെ ജോലി, നമുക്ക് വിധിച്ചൊരു ജോലി നമുക്ക് എന്തായാലും കിട്ടും. ഓക്കെ, സോ അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂവിന് പോകുമ്പോഴും വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗവും കിട്ടാനില്ല, ഒരു ഉപകാരം ഒരു ടെൻഷൻ അടിച്ചു പോകാൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ടെൻഷൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇല്ലാണ്ട് പോവാ. ടെൻഷൻ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ ആ സാധനം, ടെൻഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് നമ്മുടെ ലൈഫിലേ വേണ്ട. അവോയ്ഡ് ചെയ്യാം. ടെൻഷൻ, പേടി, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കാം, ലൈഫിൽ തന്നെ ഒഴിവാക്കാം. പകരം എന്താ വേണ്ടേ, കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ നോക്കണം. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇന്റർവ്യൂ എന്നല്ല, നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണത്. നമ്മൾ എന്തോ പ്രശ്നം ഫേസ് ചെയ്യണമെങ്കിലും നമുക്ക് പറഞ്ഞ കോൺഫിഡൻസ് വേണം. ഓക്കെ, ദെൻ നമ്മുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ വിളിച്ച് എന്തൊക്കെ ഇരുന്നിട്ട് ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യം, നിങ്ങൾ എന്തൊക്കെയാണ് ടെൻഷൻ അടിക്കുമ്പോൾ കാണിക്കാറ്? പൊതുവെ ചിലരൊക്കെ ഇങ്ങനെ വിരലിന്റെ ഞെട്ടുപിടിക്കും, ടെൻഷൻ വരുമ്പോൾ ഞെട്ടുപിടിക്കും. അങ്ങനെ കുറച്ച് സംഭവം ഉണ്ടല്ലോ അവർക്ക്. എവിടെയെങ്കിലും ഇരുന്നാലും കാലായിട്ട് കൊണ്ടിരിക്കും. ടെൻഷൻ മുതൽ എന്തൊക്കെയാ ചെയ്യാൻ എന്തെങ്കിലും അറിയാൻ പറ്റില്ല. ആ പോസ്റ്റേഴ്സ് മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, നമ്മുടെ അടുത്ത് ഫുൾ ഇംഗ്ലീഷിലായിരിക്കുമല്ലേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം? നവ്യ അങ്ങനെ ഫുൾ ഇംഗ്ലീഷൊന്നും ആയിരിക്കില്ല നവ്യ. ബേസിക് ഇംഗ്ലീഷ് ഒന്നും ഇവർക്ക് കേട്ടാൽ മനസ്സിലാവുമല്ലോ, അല്ലെ? അത്രേ ഉള്ളൂ, എല്ലാം ഫുൾ ഇംഗ്ലീഷ് ഒന്നും ആവില്ല. ഇപ്പൊ അഥവാ ഫുൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ അവരോട് നേരിട്ട് കാര്യം പറയാം, എനിക്ക് അത്രയും ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവന്റ് അല്ല എന്ന് പറയാം. ഉള്ളത് പോലെ ഇന്റർവ്യൂല് പറയാൻ നോക്കാം. ഒരുപാട് നുണയൊന്നും പറയണ്ട. നെവർ ലൈക്ക് ഇത്. ഒരിക്കലും നുണ പറയരുത്. ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ചോദിക്കുന്ന പോലെ ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ പറയാം, നോട്ട് ഫ്ലുവന്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാം. ഓക്കെ, ആ ജോലിക്ക് ഇംഗ്ലീഷ് അത്ര മസ്റ്റ് അല്ലെങ്കിൽ ഓക്കെ, അത് അവർക്ക് വിഷയമല്ല. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ ബോഡി ലാംഗ്വേജ്, പോസ്റ്റേഴ്സ് അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ
അങ്ങനെ കാണിക്കുമെങ്കിലും അതൊന്നും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാവും, കാണുന്നവർക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വിടുന്ന മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ നെർവസ് ആണോ, നിങ്ങൾ ടെൻസ്ഡ് ആണോ. ഇത് നേരിട്ടാവുമ്പോൾ ആലോചിച്ച് നോക്കി, അത് സിമ്പിൾ അല്ല നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ എപ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെന്താണ്, നമ്മുടെ അവരെ കണ്ണിൽ നോക്കി നമ്മൾ സംസാരിക്കുക. അല്ലെങ്കിൽ ഹിസ്സോ ആരെങ്കിലും അവരുടെ ഐസിൽ നോക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ, കണ്ണിൽ നോക്കി സംസാരിക്കണം. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സർട്ടിഫിക്കറ്റ്സ് എടുക്കണം, CV എടുക്കണം, ഇതെല്ലാം നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, എക്സ്പീരിയൻസ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, അതെല്ലാം കയ്യിൽ വെക്കാം. അപ്പൊ പോകുന്നത് കാര്യം ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ ഡ്രസ് കോഡ് അല്ല, കളർ കോഡ് ഒന്നുമില്ല കേട്ടോ. അത്രയും എന്താണ്, ഒരുപാട് അട്രാക്റ്റീവ് കളർ ഒന്നും എടുക്കണ്ട. ഏത് കളറിനെ കളർ, പക്ഷെ അധികം അട്രാക്ഷൻ വേണ്ട എന്ന് മാത്രം. ഏത് കളറാണെങ്കിലും നമുക്ക് വേറെ പോകാൻ പറ്റും. അതെന്നാ വൈറ്റ് ഇടണം എന്നുള്ള നിർബന്ധം ഒന്നുമില്ല. ഏത് കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഡ്രസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കണം. ഇത് മസ്റ്റാണ്. മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മാം ഇപ്പൊ നമുക്കൊരു ഫസ്റ്റ് ഇന്റർവ്യൂ വിളിച്ചെന്ന് വിചാരിക്കാം, പോയി. പക്ഷെ നമുക്കിപ്പോ അഥവാ സെലക്ട് ആയാൽ തന്നെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും ഒരു തടസ്സം കാരണം. അന്നേരം പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ വിളിക്കോ നമ്മളെ? അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നോണ്ടിരിക്കോ നമുക്ക്? ഒന്നില്ലെങ്കിൽ അത് അവരോട് ഇൻഫോം ചെയ്യാം, ഇന്നത് കൊണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻഫോം ചെയ്യാം. അപ്പൊ ചിലപ്പോ അവര് ചോദ്യം നിങ്ങൾക്ക് എന്ത് പറ്റും, അല്ലെങ്കിൽ ഇന്ന ദിവസം വരാന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് പോവാലോ. ഇപ്പൊ എനിക്ക് അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ പറഞ്ഞ അടുത്ത നെക്സ്റ്റ് വീക്ക് ആണെന്നിരിക്കാം. അപ്പൊ പറയാ നെക്സ്റ്റ് വീക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്താണ് റീസൺ എന്ന് വെച്ചാൽ അവരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫോം ചെയ്ത് വെക്കാം. അപ്പൊ ഓക്കെ, അങ്ങനെ കാര്യം ചെയ്യൂ. അതിനടുത്തൊരു ആഴ്ചയിലോ ഒരു ദിവസം വരാൻ പറഞ്ഞാൽ ഓക്കെ, നമുക്കപ്പോ ഓക്കെ ആണല്ലോ, അപ്പൊ അത് എഗ്രി ചെയ്യാം. അപ്പൊ എന്താണെങ്കിലും ഇൻഫോം ചെയ്യാൻ നോക്കാം കേട്ടോ, പറയാതിരിക്കരുത്, അത് മോശമല്ലേ. അതെ, ചെയ്യേണ്ടത് നമ്മള് കേൾക്കുന്നത് ക്ലിയർ ആയിരുന്നല്ലോ. ആരെയാണ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്? ഇപ്പോ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരെയാണോ, എങ്ങനെയാണ്? കോണ്ടാക്ട് ചെയ്യുന്നവരെ ഇൻഫോം ചെയ്യൂ. ഓക്കെ, അവര് ചിലപ്പോ കോൾ വേണമെങ്കിൽ അവരുടെ മാനേജറോ എന്തെങ്കിലും കണക്ട് ചെയ്തോളും. മനസ്സിലായോ? അങ്ങനെ ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനിയിപ്പോ ഓക്കെ അവിടെ എത്തി. ഇനി നമ്മള് ഇന്റർവ്യൂവിന് വിളിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കയറി ഞങ്ങളെത്തിയിരിക്കോ? ഡോർ ഓപ്പൺ ചെയ്യാം, പറയാം മേ ഐ കം ഇൻ എന്ന് ചോദിക്കാം. മേ ഐ കം ഇൻ എന്ന് ചോദിക്കണം കേട്ടോ. അതൊക്കെ നല്ലതാ, കാരണം ഡോർ ഓപ്പൺ ചെയ്യുന്നത് മുതൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് മുതൽ നമ്മുടെ ഇംപ്രഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോ ഡോർ ഓപ്പൺ ചെയ്യാം, മേ കം ഇൻ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ അവർ പറയും കമ്മിങ് എന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾ അകത്തേക്ക് ക്ഷണിക്കുന്നു. ദെൻ ചിലപ്പോ അവർ പറയും പ്ലീസ് ടേക്ക് യുവർ സീറ്റ് എന്ന് പറയാം, പ്ലീസ് സിറ്റ് എന്ന് പറയാം. അഥവാ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക മേ ഐ സിറ്റ് അല്ലെങ്കിൽ മേ ഐ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിക്കാം. മേ ഐ സിറ്റ് ഓർ മേ ഐ ടേക്ക് ദ സീറ്റ് എന്ന് ചോദിക്കണം. ഞാൻ പറയുന്നുണ്ടെങ്കിൽ ചോദിക്കണമെന്നേ പറയുള്ളൂ, കാരണം അതൊക്കെ നല്ലതാണ്. നമ്മളിത് അവരുടെ ചോദിക്കുന്നത് അവർക്കത് ഇപ്പൊ നമ്മളോടാണെങ്കിൽ ഞാൻ ഇരിക്കട്ടെ എന്ന് ചോദിക്കും, നമുക്ക് എന്ത് തോന്നുന്നു? ഓഫ്കോഴ്സ് എന്ന് നമ്മൾ പറയും. നമുക്ക് അവരുടെ എന്താ തോന്നുക അല്ലെ? അല്ലാതെ പറയാൻ ചോദ്യം കുറച്ചിടൊന്നുമില്ലാതെ കയറി ഇരുന്ന് കഴിഞ്ഞാല് അല്ലെ, അതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മൾ ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിരിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ അവരെ വിഷ് ചെയ്യാം. വിഷ് ഗുഡ് മോർണിംഗ് സാർ ഓർ ഗുഡ് മോർണിംഗ് മാം, ആരാണോ അവരെ ഇഷ്ടമുള്ള അവരെ സംബോധന ചെയ്ത് വിഷ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ ഒന്നോ അതിൽ കൂടുതലോ ഇന്റർവ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറയരുത്. അതായത് ഗുഡ് മോർണിംഗ് സാർ എന്ന് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഫേസിൽ നോക്കിയാൽ മതി. കോമൺ ആയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓരോരുത്തരുടെ ഫേസിൽ നോക്കാം. കാരണം എല്ലാവരോടും കൂടിയാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് എന്നൊരു ഫീലിംഗിൽ അത് പറഞ്ഞാൽ മതി.
ഓക്കെ. സോ തേർഡ് വൺ എന്ന് പറയുന്നത് വിഷ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അവർ വിഷ് ചെയ്യുക. ഓക്കെ. ദെൻ അവർ നിങ്ങളുടെ നെയിം ചോദിക്കും, ചിലപ്പോ പേര് ചോദിക്കും. പേര് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം ഐ ആം അശ്വതി ഓർ മൈ നെയിം ഈസ് അശ്വതി. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഇനിയിപ്പോ പേര് ചോദിക്കാതെ തന്നെ നിങ്ങളോട് ഒരു പറയാണ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പേര് വെച്ചിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ പേര് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പേര് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് എന്താ മൈ നെയിം ഈസ് അശ്വതി, ഐ ആം കമ്മിങ് ഫ്രം എറണാകുളം. ഓക്കെ, വേണമെങ്കിൽ ഫാമിലി മാറ്റേഴ്സ് വേണമെങ്കിൽ പറയാം, നിർബന്ധമില്ല. കാരണം ഫാമിലി മാറ്റേഴ്സ് അറിയണമെന്ന് അവർക്ക് ഒരു ആവശ്യവും ഇല്ല, അല്ലെ? ഫാമിലിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടല്ല അവർ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ പറയാൻ ഒരുപാട് ആഗ്രഹം വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛനാണ് ജോലി, അമ്മയ്ക്കാണ് ജോലി, അതിനൊന്നും ആവശ്യമില്ല. ഓക്കെ, എന്താണ് നമ്മൾ എത്രയോ മെമ്പേഴ്സ് ആണ് നമ്മുടെ വീട്ടിലുള്ളത്, അങ്ങനെ ചുരുക്കി അങ്ങോട്ട് പറയാം. ഓക്കെ, വേണമെങ്കിൽ ഇതിന് മുൻപ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതായത് താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഓക്കെ, താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി, ഓർ താങ്ക് യു ഫോർ ലെറ്റിംഗ് മീ അറ്റൻഡ് ദിസ് ഇന്റർവ്യൂ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഈ 3 രീതിയിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് introduction സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, മൈ നെയിം ഈസ് അശ്വതി, ഐ ആം കമ്മിങ് ഫ്രം എറണാകുളം, ഐ ഹാവ് 3 members in my family. Then പിന്നെ പറയുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഐ ആം ഗ്രാജുവേറ്റഡ് ഫ്രം എവിടെയാണോ നിങ്ങൾ ഏത് കോളേജ് ആണോ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം I completed my graduation or I completed my post graduation in MA from ഏതാണ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഇതിനാണെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പറയാം. ഓക്കെ, ദെൻ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടോ. അച്ചീവ്മെന്റ്സ് മീൻസ് നിങ്ങൾക്ക് എന്ത് അച്ചീവ്മെന്റ്സ് ആണെങ്കിലും, എന്താ ഇന്റേൺഷിപ്പ് ആണെങ്കിലും അത് ജോബ് റിലേറ്റഡ് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോ നിങ്ങൾ ഒരു ടീച്ചർ ഇപ്പൊ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, നോക്കി അതിനുവേണ്ടിയാണ് നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്നത്. അവിടെ ചെന്നിട്ട് എനിക്ക് നന്നായിട്ട് എഡിറ്റിംഗ് ചെയ്യാൻ അറിയാം, എനിക്ക് നന്നായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യാൻ അറിയാം, എനിക്കത് ചെയ്താല് ഞാൻ അതില് കുറച്ച് നാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആ ജോലിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഹോസ്പിറ്റൽ ഫീൽഡിലാണ് നിങ്ങൾ ജോലിക്ക് പോയത്, എനിക്ക് ഗ്രാഫിക് ഡിസൈൻ അറിയാമെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പോ എനിക്ക് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സോ എക്സ്പീരിയൻസോ ആണെങ്കിലാണ് അവിടെ കുറച്ചുകൂടെ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം, അവർക്കും തോന്നും. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾക്ക് പറയാനായിട്ട്. അപ്പോ ഫസ്റ്റ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയാം. ഇനി അഥവാ നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം I'm a fresher and I just completed my studies എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സ്കിൽസ് പറയാവുന്നതാണ്. എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ I have 4 years experience as a teacher, അത് എക്സാമ്പിൾ ആണ്. അത് ഇതിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പറയാം. അതിനുശേഷം നിങ്ങളുടെ സ്കിൽസ് പറയും, എന്തൊക്കെ സ്കിൽസ് ആണോ ഉള്ളത് ആ സ്കിൽസ് എല്ലാം പറയാം. സ്കിൽസ് നമ്മള് സിവിയില് സ്കിൽ എഴുതുമ്പോ നമ്മൾക്ക് ഒരുപാട് ഇല്ലാത്ത സ്കില്ല് വരെ നമ്മൾ അടിച്ചിട്ട് വിടാറുണ്ട്, അല്ലെ? സോ പറയുമ്പോ ഒരിക്കലും ഇല്ലാത്ത സ്കില്ല് ഓൺ സ്പോട്ടിൽ പറയരുത്. കാരണം ഇല്ലാത്ത സ്കില്ല് പറയുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വിടും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട് എന്ന് പറഞ്ഞാല് ഓക്കെ, അതൊന്ന് ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച അയാളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിച്ചു, നിങ്ങൾക്ക് ആ സ്കില്ലില്ലെന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പറയരുത്. എനിക്ക് സ്കിൽ ഉണ്ടെങ്കിൽ അത് ആ ടൈമിൽ എന്നാണ് പറയാതെ സത്യങ്ങൾ മാത്രം പറയാം. അപ്പൊ സ്കില്ല് പറയേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പൊ നിങ്ങൾ ഏത് ജോലിക്കാണോ പോകുന്നത് ആ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് എന്തൊക്കെയാണ് എന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്യുക. സോ അതിനുശേഷം ആ സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് സ്കില്ല് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരിപ്പോ ആ സ്കില്ലിലേക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഇതിലേക്ക് പറയാൻ പറ്റും. എപ്പോഴും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ആണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡോർ ഓപ്പൺ ചെയ്തു,
അനുവാദം ചോദിച്ചു, മേ കമിൻ, മേ സിറ്റ്, അവരെ വിഷ് ചെയ്തു. അതിനുശേഷം നമ്മള് പേര് പറഞ്ഞു, ഇനി പേര് പറഞ്ഞില്ല, ഇന്റർവ്യൂവിന് ഇൻട്രൊഡക്ഷൻ ആണെങ്കിൽ ഓക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന് മുമ്പ് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. then I would like to thank you for giving me this opportunity എന്ന് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. അതിനുശേഷം നമ്മള് ഇൻട്രൊഡ്യൂസ് ചെയ്തു, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു, അച്ചീവ്മെന്റ്സ് പറഞ്ഞു, then നമ്മുടെ എക്സ്പീരിയൻസ് പറഞ്ഞു. ഈ ഫ്രഷർ ആണെങ്കിൽ ഐ എം എ ഫ്രഷർ, I have just completed my studies എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മുടെ സ്കിൽസ് പറഞ്ഞു. ഓക്കെ, ഇനി എന്താണ്, എന്തെങ്കിലും എക്സ്ട്രാ ഇപ്പൊ നിങ്ങളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചത് നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു അതൊരു സ്കിൽ അല്ല, ഒരു അച്ചീവ്മെന്റ് ആണ്. പഠിച്ചു, നമ്മുടെ ഗ്രാജുവേഷൻ അല്ലാണ്ട് ഒരു കോഴ്സ് എടുത്ത് പഠിച്ചത് ഒരു അച്ചീവ്മെന്റ് ആണെന്ന് പറയാം. അപ്പോ ഇത് നമുക്ക് പറയാവുന്നതാണ്. സ്കിൽസ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ജോബ് റിലേറ്റഡ് ആയ സ്കിൽസ് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് അത് കൺക്ലൂഷൻ വേണ്ടേ? കൺക്ലൂഷൻ നിങ്ങൾ എവിടെയാണോ, ഇപ്പൊ ഹോസ്പിറ്റലാണ് നിങ്ങൾ ജോബിന് ഇന്റർവ്യൂവിന് പോവുക, ആ ഒരു ഫീൽഡ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഹോസ്പിറ്റൽ ആണെങ്കിൽ നിങ്ങൾ പറയാം, ഹോസ്പിറ്റലിനെ കുറിച്ച് പറയും. എനിക്ക് ഇവിടെ ജോലി കിട്ടിയതിൽ ഞാനിവിടെ ജോലി വേക്കൻസി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ നമ്മൾ പറയാം. അതായത് അവിടെ ജോലി കിട്ടിയാലേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയൊരു ജോലിയാണ്, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യും എന്ന അവർക്ക് തോന്നണം. മനസ്സിലായോ? അത്രയും ആഗ്രഹിച്ച് എനിക്കിവിടെ ഞാനിവിടെ വർക്ക് ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന് അവർക്ക് തോന്നണം. അപ്പൊ ആ രീതിയിൽ നമ്മൾ പറയണം. ഇപ്പൊ I was very excited, I found the advertisement of this job vacancy and I would love to join this hospital. I would love if you give me a chance to join this hospital എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നൈസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് എൻഡ് ചെയ്യാം. ഇതാണ് ജസ്റ്റ് ഒരു സിംഗിൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിന് ജസ്റ്റ് ഒരു ഫോർമാറ്റ് നിങ്ങളൊന്ന് എഴുതിയെടുക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. എവിടെ നിന്ന് തുടങ്ങാം, എവിടെ നിന്ന് അവസാനിപ്പിക്കാം എന്നുള്ളത് ജസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങളത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഫസ്റ്റ് നമ്മൾ ചോദിക്കേണ്ടത് മേ കമിൻ ചോദിക്കണം. അതിനുശേഷം മേ ഐ സിറ്റ് or may I take the seat? Okay, അതിനുശേഷം അവരെ വിഷ് ചെയ്യാം. വിഷ് ദ. ഓക്കെ, പിന്നെ അവര് പറയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് നവ്യ, നോക്കി എഴുതണേ. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. അത് ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. സെക്കൻഡ് ഒരു 3 ടൈപ്പ് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പറയാം. ഇത് 3 ഒരുമിച്ച് പറയരുത് കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം മതി. അത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പോകണം. Second one, I would like to thank you for giving me this opportunity. Okay, അങ്ങനെ 3 ഉണ്ട്. ഇതിൽ ഒരെണ്ണം പറയാ അത് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അതിനുശേഷം നിങ്ങൾക്ക് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാം. എന്താണ്? My name is Dash or I am. ഇതിലെന്തെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പറയാവുന്നതാണ്. I am.
അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയണം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയാം. ഓക്കെ, then എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുമ്പോ മറ്റൊരു വേണമെങ്കിൽ പറയാറുണ്ട് നിങ്ങൾക്ക്. ഐ കംപ്ലീറ്റഡ് മൈ ഗ്രാജുവേഷൻ, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ പറയാം. കംപ്ലീറ്റഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടേ, ഇഗ്നോർ ചെയ്യാം. I completed my MA in English from IGNOU. ഇങ്ങനെ വേണമെങ്കിൽ പറയാം. മറ്റൊടുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി നമ്മുടെ അച്ചീവ്മെന്റ്സ് പറയാം. അതിനുശേഷം നമ്മൾ പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ്. അച്ചീവ്മെന്റ്സ് പറയാം. അതിനുശേഷം നമ്മുടെ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് പറയാം. ജോബ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് പറയാവുന്നതാണ്. ഓക്കെ, ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് പറയാം. മാം അച്ചീവ്മെന്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോ എന്തോ അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചതല്ലാത്ത പല പല കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ ഒരു എന്താണ് ഇപ്പൊ ഒരു എഡിറ്റർ ആണെങ്കിലും ഞാൻ കോളേജിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ് ആണ്. അതായത് നമ്മള് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് അല്ല, ഒരു അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോ നമ്മള് എക്സ്പീരിയൻസ് ഇപ്പോ ഇന്റേൺഷിപ്പ് എന്താണ് നമ്മള് സാലറി വാങ്ങാണ്ട് പോകുന്നത് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ഈ കോഴ്സ് പഠിച്ചത് ഒരു അച്ചീവ്മെന്റ് അല്ലേ. ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ കോഴ്സ് പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോബ് കിട്ടാൻ ചാൻസ് കുറച്ച് കൂടുതലല്ലേ. അപ്പൊ ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ അതാണ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആകാം, വേറെ പല അച്ചീവ്മെന്റ്സ് ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ പോകുന്ന ജോബ് ഹോസ്പിറ്റലിൽ ഫില്ലാൻ പോകുന്ന അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. അതിനുശേഷം എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ സ്കിൽസ് പറയണം. അതിനുശേഷം നമ്മൾ കൺക്ലൂഷൻ വേണ്ടേ. സ്കിൽസിന് ശേഷം നിങ്ങൾ പറയേണ്ടത് that you are excited to join this company. എന്തുകൊണ്ടാണ് അത്ര എക്സൈറ്റഡ് ആയത്, എന്താണ് അത് നമുക്ക് അവരോട് പറയണം അല്ലെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇവിടെ ഈ ആഡ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാൻ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നൊരു രീതിയിൽ പറയണം. ഓ പറയേണ്ടത് I was very excited when I found the advertisement ഓക്കെ. ഇത് ഫസ്റ്റ് വൺ ആണേ, ഇങ്ങനെ പറയാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇതും കൂടെ പറയാം. ഒന്നിച്ച് പറഞ്ഞോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കമ്പനി എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എവിടെയാണ് പോകുന്നത്, ചിലപ്പോൾ ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം.
ഓക്കെ, കഴിഞ്ഞോ? മൂന്ന് ചോദ്യം ഇട്ടു. ഇന്റർവ്യൂ ക്വസ്റ്റിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരുപാട് പറയുന്നില്ല കേട്ടോ, കാരണം ഇന്നത് വരും എന്ന് എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ എല്ലാരും ഒന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോ റിയ പറയുന്നതെല്ലാം കറക്റ്റ് ആണ്, ചിലപ്പോ അങ്ങനെ വരാതിരിക്കാം, എനിക്ക് അറിയില്ല. ഓക്കെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് വൈ ഡു സെലക്ട് ദിസ് ജോബ് ചോദിക്കാം. what are the skills and achievements necessary for this job, then how much salary do you expect. ഓക്കെ, അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ, അതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ലതാണ്. മാം വോയിൽഡ് മീനിങ് എന്താണ്? വോയിൽഡ് മീനിങ് എന്താണ്? ഇത് കേട്ടില്ല. നമ്മുടെ വോയിസ് ഇതുവരെയും വേൾഡ് ആണോ? ഞാൻ എന്താ ചേച്ചി വുഡായിരിക്കും മിസ്സേ, വുഡായിരിക്കും. സോറി, വുഡാണത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. വേൾഡ് അല്ല, വുഡ്. ഐക്ക് പകരം യൂല് പകരം ഞാൻ ഐ ടൈപ്പ് ചെയ്തു. സോറി. I would like to join this job. I would like to join this job. ലവ് ലൈക്കോ ഇത് ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം, ഇന്റർവ്യൂ പോകുമ്പോ ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പോയിട്ട് അവിടെ പോയി സംസാരിച്ചാൽ മതി കേട്ടോ. അവിടെ പോയിട്ട് ബബ്ബോ പറയരുത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം അവിടെ പോയി പറയാ. പിന്നെ ഒരുപാട് ഇംഗ്ലീഷ് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട്, ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓക്കെ, അത് നിങ്ങൾ ഓപ്പൺ ആയിട്ട് അവരോട് പറയാം. അല്ലാതെ അവിടെ നിന്ന് പൊട്ടത്തേക്കൊന്നും വിളിച്ച് പറയണ്ട. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. കാരണം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു കമ്പനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇംഗ്ലീഷ് മസ്റ്റ് ആണെങ്കിൽ ഓക്കെ, പക്ഷെ കിട്ടിയില്ല എന്ന് പറയാം. ഇംഗ്ലീഷ് മസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ, മനസ്സിലായോ? ഇംഗ്ലീഷ് തന്നെ പറയണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോൾ മാക്സിമം പ്രാക്ടീസ് എടുത്ത് പോവുകയാണെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് അവിടെ പോയി പ്രസന്റ് ചെയ്യാൻ പറ്റും. തലേ ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്യരുത്. ഓക്കെ, അത് പറയാന്ന് വെച്ചാല് തലേ ദിവസം ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് ടെൻഷൻ കയറി നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക, മുറകൾ അവർക്ക് സംസാരിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ഓപ്പൺ ആയിട്ട് നല്ല ലൗഡ്ലി നമ്മള് പ്രാക്ടീസ് ചെയ്തിട്ട് അത് പ്രസന്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ കണ്ണാടിലൊക്കെ തന്നെ പ്രസന്റ് ചെയ്യുക, മൊബൈലിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വീഡിയോ നോക്കാൻ അറിയാലോ. അപ്പൊ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ നിങ്ങളോട് ചേഞ്ചസ് വരുത്തിട്ട് പിന്നെയും പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് തലേ ദിവസം പോയിട്ട് നിങ്ങൾക്ക് എന്തോ 3 ക്വസ്റ്റിന്റെ ആൻസർ തരുമോ? 3 ദിവസത്തെ ആൻസർ തരണം. അത് ഓരോരുത്തരുടെ പ്രിഫറൻസ് അല്ലേ അറിയാ. ഞാൻ പറയുന്ന ആൻസർ തന്നെ ആവണമെന്നില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരും പല രീതിയിലായിട്ട് ക്വസ്റ്റിന് ആൻസർ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വൈ ഡു യു സെലക്ട് ദിസ് ജോബ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പറയുന്ന ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പറയുന്ന ആൻസേഴ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ആണോ? അപ്പൊ ആ രീതിയിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്യണം. മനസ്സിലായോ? Ma'am, I would love to പറയുന്നതിനേക്കാളും better I would like to join this. അങ്ങനെ പറയാം കേട്ടോ സീന. ഐ വുഡ് ലൈക്ക് പറയാം, ലവ് പറയുന്നതിന് കുഴപ്പമില്ല, ലൈക്ക് പറയാം, രണ്ടും ഏകദേശം സെയിം തന്നെ. ഐ വുഡ് ലൈക്ക്, കാരണം നമ്മൾ ഐ വുഡ് ലൈക്ക് ഗ്രാറ്റിറ്റ്യൂഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലവ് ആക്കാം, കുഴപ്പമില്ല. ചോദ്യത്തിന് ഓക്കെ, ഇനി എന്തെങ്കിലും ഹിന്ദു പോയിന്റോ? എനിക്ക് മനസ്സിലായി റിയ, എനിക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ട് റിയ. ഇത് അറിയാലോ, നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞ ചോദ്യം ചോദിക്കുമ്പോഴേ 3 ചോദ്യം ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഹിന്ദോ പോയിന്റോ തരാൻ പറ്റുമോ?
എങ്ങനെ ആൻസർ ചെയ്യണം, എങ്ങനെ ഏത് രീതിയിൽ ആൻസർ ചെയ്യണം എന്നുള്ള ഐഡിയ തരാമോ എന്ന്? ഇതിന് ഐഡിയ ഞാൻ നിങ്ങൾ എന്താണ് ഈ കോഴ്സിൽ ചേർന്നത്? വൈ ഡു യു ജോയിൻ ദിസ് കോഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പറയൂ. അതുപോലെ തന്നെയല്ലേ വൈ ഡു യു സെലക്ട് ദിസ് ജോബ്? എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ജോലിക്ക് പോകുന്നത്? നമുക്ക് എന്താണ് ജോലി ആവശ്യം, എന്താണ്, എന്തുകൊണ്ടാണ്? ഒന്നിനും അത് എന്റെ ഒരു ആഗ്രഹമാണെന്ന് പറയാം അല്ലെ. പിന്നെന്താണ് എന്റെ പാഷനാണ്, ഒരു ജോലി ആവശ്യമാണ്, എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകണം അല്ലെ. അങ്ങനെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ പറ്റും. നിങ്ങൾ എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നു എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് എന്താണ് ആൻസർ പറയാനുള്ളത്? എല്ലാവരോടും കൂടിയാ ചോദിക്കുന്നത് ഞാൻ. എന്താ പറയാനുള്ളത്? പറയാനില്ല ഒന്നും. വിൻഷ എന്ത് പറയും? എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനും ഇഷ്ടമാണ്. പിന്നെ ഇതുപോലുള്ള സർവീസ് ആണല്ലോ അവിടെ നിന്ന് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലില്. ഇപ്പൊ പൊതുവെ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ, അതായത് ഇപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ ഏറ്റവും കൂടുതൽ സർവൈവ് ചെയ്യുന്നതും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നതും ഹോസ്പിറ്റൽ തന്നെയാണ്. അത് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റിനേക്കാൾ കൂടുതൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് ഹോസ്പിറ്റലാണ്. അപ്പൊ ആ ജോലിക്ക് അത്രയും ഡെഡിക്കേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ്. നമുക്ക് നമ്മളുടെ കയ്യിൽ നമുക്ക് ചിലവാക്കേണ്ട പൈസ മറ്റൊരാളോട് ചോദിക്കാതെ സ്വന്തം അധ്വാനം കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിക്കുന്നത്. പലരും പല രീതിയിലേ പറയുള്ളൂ റിയ. അതിന് ഞാൻ എല്ലാം ഇങ്ങനെ പറഞ്ഞത് കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു വിഷൻ ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷിൽ പറയരുത് കേട്ടോ. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ആ ഇന്റർവ്യൂവിനെ അത് ബാധിക്കും. അപ്പോ അത് മിസ്സേ, അതെന്താണെന്നറിയോ, ഞാൻ ഇതുപോലെ തന്നെ ഒരാള് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടതാണ്. അപ്പൊ ഞാൻ കേട്ടതാ. അപ്പൊ ആ സാറും പറയുന്നുണ്ടായിരുന്നു ഇംഗ്ലീഷ് വേണം, പക്ഷെ നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ സംസാരിച്ച പോലെ അത്യാവശ്യം വേർഡുകൾ അതിൽ കയറ്റുക. അപ്പൊ അവർക്ക് തോന്നും അത്യാവശ്യം നോളജ് ഉള്ള, അത്യാവശ്യം അറിവുള്ള, അങ്ങനെ അവർക്കൊരു തോന്നൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്. അല്ലാതെ ഇംഗ്ലീഷ് വെറുതെ പറയുന്നത് പൊട്ടത്തെറ്റുമായിരിക്കും. പിന്നെ എന്ത് കാര്യം? ആദ്യം അവർക്ക് ഇഷ്ടമായി. ഇപ്പൊ നിങ്ങൾ സെൽഫ് കൺട്രോൾ ചെയ്ത് ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ സെലക്ട് ആയതായിരിക്കാം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞ് പിന്നെ നിങ്ങൾ അതിന്റെ ഒരു സെലക്ട് ചെയ്യോ? ഇല്ല. അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം കോൺഫിഡൻസ് ആണ്. അത് ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, ആ ലാംഗ്വേജ് പറയുന്നത് കോൺഫിഡൻസോട് കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ പോവാം. ഇപ്പോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇംഗ്ലീഷിലാണെങ്കിൽ ആ ചോദ്യം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ ആൻസർ പറയുന്ന ഇംഗ്ലീഷ് തന്നെ പറയുന്ന ഒരു നിർബന്ധമില്ല. മലയാളത്തിൽ നല്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് കോൺഫിഡൻസോട് കൂടി ആൻസർ പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം പറഞ്ഞില്ലേ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഒരാള് നവ്യ കേട്ടില്ല ഞാൻ. മാം ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ? അതിന് IELTS ആണത്. അത് ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ. അതെ, കാണിച്ചു തന്നെ മാം. പക്ഷെ അത് നമുക്ക് ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കാൻ പറ്റൂലേ? യൂട്യൂബില് കിട്ടൂലേ? അന്നേരം അങ്ങനെ പഠിച്ചാൽ മതിയോ? യൂട്യൂബിൽ ആ ബുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ഗൂഗിളിൽ കിട്ടാം മിക്കവാറും. ഗൂഗിളിൽ ഉണ്ടാവാം. മിസ് സൈലം ഈ IELTSന്റെ കോച്ചിങ് ഫ്രീ ആയിട്ട് നടത്തുന്നുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കയറാൻ പറ്റും. ഞാൻ കയറിയിട്ടില്ല, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. അതിന് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവണമെങ്കിൽ നവ്യ നമ്മൾ ആ ബുക്ക് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. നവ്യ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും നവ്യക്ക് അറിയില്ലെങ്കിൽ നവ്യ മറ്റേ പിള്ളേര് തന്നെ ഫെയറി ടെയിൽസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ ബുക്സ് ഉണ്ട്. ഫെയറി ടെയിൽസ് അത് കുഞ്ഞുങ്ങളുടെയാണ്.
ആ ബുക്ക് പഠിച്ചാലും മതി. നമുക്ക് വായിക്കാം, വായിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഇന്ന ബുക്ക് നിന്നവ്യ ഇംഗ്ലീഷ് ബുക്ക് ഏത് കിട്ടിയാലും വായിക്കാൻ നോക്കാം. ആദ്യം വായിക്കുമ്പോൾ മനസ്സിലാവില്ല, പിന്നെ വായിക്കുന്നതോറും നമുക്കത് മനസ്സിലാവും. മനസ്സിലായോ? നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾക്ക് ഒരു സ്കില്ല്, ഇപ്പൊ റീഡിങ് ആണ് ഒരു സ്കില്ലാണ്, അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോയിക്കുന്നത് നമുക്ക് ഒരുപാട് മാറ്റം വരും. ഞാൻ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വരും. ഓക്കെ, ഇംഗ്ലീഷ് ബുക്ക് എവിടെ കണ്ടാലും വായിക്കാം. ന്യൂസ് പേപ്പർ വായിച്ചാലും മതി, എന്ത് വായിച്ചാലും മതി. ന്യൂസ് പേപ്പർ ആണെങ്കിൽ നല്ല അപ്ഡേറ്റഡ് ആയിരിക്കും, പുതിയ പുതിയ വേർഡ്സ് എല്ലാം കിട്ടും. കുറച്ച് ടഫായിട്ടും തോന്നും, പക്ഷെ നല്ലതാണ്. ഒരു ന്യൂസ് പേപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോ നല്ലോണം വായിക്കുന്ന ആൾക്കാണെങ്കിൽ വേണമെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ഒരു ന്യൂസ് പേപ്പർ വായിച്ചു തീർക്കാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരുപാട് ആൾക്കൊക്കെ ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ വായിക്കാൻ നോക്കാം. ഇനിയിപ്പോ മിക്കവാറും ഇംഗ്ലീഷ് ക്ലാസ് നാളത്തോടു കൂടി ഉണ്ടാവും. ഇംഗ്ലീഷ് ക്ലാസ്സേ ഉള്ളൂ, ഈ ആഴ്ച കോഴ്സ് കംപ്ലീറ്റ് ആവുമല്ലോ. അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കൂ, നാളെ കൂടെ ഉള്ളൂ ഇനി, ഞാൻ കാണാൻ കിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ചോദിക്കാം, വായിക്കാം. ഇതേ പറയാനുള്ളത്, നന്നായിട്ട് വായിക്കാം. എന്തോ റിയ പറയുന്നത് ക്ലിയർ ആവുന്നില്ല റിയ. ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇന്റർവ്യൂയുടെ ക്വസ്റ്റിന്റെ ആൻസർ വരുന്ന എന്തെങ്കിലും ബുക്ക് വല്ലതും കടയിൽ കിട്ടുമോന്ന്. ഏത് ഇന്റർവ്യൂ ക്വസ്റ്റിന്റെ ആൻസർ വരുന്ന ബുക്ക് വല്ലതും കടയിൽ കിട്ടുമോ, കടയിലുണ്ടോന്ന്. ഏത് ബുക്കാ? ഏത് ബുക്കാണ്? ആരെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ പറയോ? ഇന്റർവ്യൂവിന്റെ ബുക്കോ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസറിന്റെ ബുക്കോ? എല്ലായിടത്തും കിട്ടുമോ കടയിൽ? എനിക്ക് അറിയില്ല അതൊന്നും, അറിയില്ല കേട്ടോ. അന്വേഷിച്ച് നോക്കൂ. ഓക്കെ, ഇനി ജെയിൻ എന്താ പറഞ്ഞേ? മിസ്, ആ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് കഴിഞ്ഞിട്ടുള്ള ടെൻസ് ബാക്കിത്തെ ഒന്ന് വേഗം ഓടിച്ച് പറഞ്ഞു തരുമോ? ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ മതി, വേഗം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് കഴിഞ്ഞിട്ടുള്ളതോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ? ഒരു മിനിറ്റ്, നമ്മൾ അന്ന് രാവിലെ എഴുതി വെച്ചത് മറ്റേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തൊട്ടിട്ടൊന്ന് പറഞ്ഞു തരാമോ? വേഗം പറഞ്ഞു വിട്ടാൽ മതി, ജസ്റ്റ് ഒന്ന്. പാസ്റ്റ് ഒക്കെ പറയണോ? പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അതൊന്നും വേണ്ട, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന അത് മാത്രം മതി. ഡെയിലി ഉപയോഗിക്കുന്നോ? എന്താണിത്? ഡെയിലി മീൻസ് നമ്മള് നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത്. ഡെയിലി നമ്മള് പെർഫെക്റ്റ് ഒന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല പൊതുവെ. യൂസ് ചെയ്യണോ? അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസും അത്ര ഉപയോഗിക്കാറുള്ളോ? ശരിക്കും പറയുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് ഒക്കെയാണ് അങ്ങനെ പറയാറുള്ളൂ. അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയണമെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് പറയണ്ടേ. പിന്നെ എനിക്കൊരു കാര്യം എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഹാവ് വേണം. അത് പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞത് പെർഫെക്റ്റ് അല്ല. എനിക്കൊരു കാർ ഉണ്ട്, ഐ ഹാവ് എ കാർ, അവിടെ ഹാവ് വേണം. അതൊരിക്കലും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ് അല്ല. കാരണം വെർബിന്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ആവുന്നത്. നമ്മൾ യൂസ് ചെയ്ത് നൗണിന്റെ കൂടെയാണ്. കാർ എന്ന് പറയുന്ന നൗണാണ്. അപ്പൊ എനിക്കൊരു കാർ ഉണ്ട്, എനിക്കൊരു പൂച്ചയുണ്ട്, എനിക്കൊരു പട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവിടെ ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ഡോഗ്, ഐ ഹാവ് എ ക്യാറ്റ് എന്ന് പറയാം. ഓക്കെ, ഞാനിവിടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഗോൺ ദേർ എന്ന് പറയാം. അപ്പൊ ഉണ്ട് എന്നുള്ളത് എന്തെങ്കിലും മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ട്, ഞാൻ ഇവിടെ പോയിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ട്. ആ ഉണ്ട് ഉണ്ടെങ്കിൽ അവിടെ ഹാവ് ഉണ്ട് എന്നർത്ഥം. ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, ക്ലിയർ ആയോ? അതിന് ടെൻസ് വൈസ് പഠിക്കട്ടെ, ഇങ്ങനെ പഠിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്, അപ്പൊ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് വേണം ഹാവ് ആണോ ഹാസ് ആണോ ഒന്നും വിചാരിക്കും നമ്മള് എഴുതാൻ. ഇപ്പൊ അവൻ ഇവിടെ പോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഹി ഹാസ് ഗോൺ ദിയർ എന്നാണ്. ഹി ഹാസ് ഗോൺ ദിയർ. ഞാൻ ഇവിടെ പോയിട്ടുണ്ടെന്നാണെങ്കിൽ ഐ ഹാവ് ഗോൺ ദിയർ എന്നാണ്. ക്ലിയർ ആണോ? അതെ മിസ്, ഓക്കെ, അത് മനസ്സിലായി. ഇനി ഇത് പ്രസന്റ് ആണ്. ഇനി പാസ്റ്റ് ആണെങ്കിലോ, ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു എന്നാണെങ്കിൽ
എന്ത് പറയും? അവിടെ ഹാർഡ് ചേർക്കണമായിരിക്കും. ഹാഡ് യൂസ് ചെയ്യാം. ഇതല്ല ഹാഡ് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും വ്യത്യാസം വരില്ല. ഹാഡ് ചേർത്താൽ മാത്രം മതി. ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, ഫാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. സോ യു ക്യാൻ യൂസ് ഹാഡ്. ഐ ഹാഡ് ഗോൺ ദേർ. അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അവിടെ പോകും എന്നാണെങ്കിലാണെങ്കിലോ, ഞാൻ അവിടെ പോകും. I will go there. ഐ വിൽ ഗോ ആണ്, ഫ്യൂച്ചർ ആണ്. ഐ വിൽ ഗോ ദേർ. അത്രയേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്യും എന്നാണെങ്കിൽ ഐ വിൽ ഡു ദാറ്റ്. ഓക്കെ. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും വിൽ ചേർക്കണം. ഓക്കെ. ഞാൻ എന്ത് ഫ്യൂച്ചറിലെ ഭാവിയിലെ കാര്യങ്ങൾ എന്ത് പറയുമ്പോഴും നമ്മൾ വിൽ ചേർക്കണം. ഞാൻ ഇവിടെ പോകും, ഞാനത് ചെയ്യും, ഞാനവിടെ പോകുമായിരിക്കും, അതൊക്കെ എന്താണ് ഐ വിൽ ബി ഗോ ദേർ എന്ന് പറയാം. വില്ല് ഉണ്ടെങ്കിൽ അത് ഫ്യൂച്ചർ ആണ്. പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് വെർബ് പാസ്റ്റ് ഫോം എടുക്കണം. ഞാനത് എഴുതി, ഐ റോട്ട് ഇറ്റ്. റോട്ട് തന്നെ, റൈറ്റ് അല്ല, റോട്ട് ഇറ്റ് ആണ്. ഞാനത് എഴുതി എന്നാണ്, റോട്ട്. കാരണം പാസ്റ്റ് ആണ്, ഇൻറ്റു ഫോം ആയിരുന്നു ചേർക്കേണ്ടത്. ഐ റോട്ട് ഇറ്റ്. ഓക്കെ. ഇനി ഞാനത് വായിച്ചു എന്നാണെങ്കിൽ ഐ റെഡ് എന്ന് പറയണം. സ്പെല്ലിംഗ് സെയിം ആണെങ്കിൽ പ്രൊണൗൺസിയേഷൻ വ്യത്യാസമുണ്ട്, അത് ഇതല്ല, റെഡ് ആണ്. ഓക്കെ. ഓക്കെ ആണോ? ജെയിൻ ക്ലിയർ ആണോ? അതെ മിസ്, അതെ. ഓക്കെ. ഇനി അത് ഡൗട്ട്? റിയ പറയുന്നൊന്നും കേൾക്കുന്നില്ല. റിയ സംസാരിക്കുകയാണോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഇന്റർവ്യൂയുടെ ക്വസ്റ്റ്യൻ ആൻസർ ഓൺലൈൻ ബുക്കായിട്ട് മേടിക്കാൻ കിട്ടും. അത് ബുക്കായിട്ട് ടീച്ചർ മേടിക്കുവാണെങ്കിൽ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ. ഞാൻ ഇനി ഇന്ന് ഓൺലൈൻ അത് ഓർഡർ ചെയ്ത് ചിലപ്പോ നാളെയോ മറ്റന്നാളോ വന്നാൽ ബുക്കായിട്ട് മേടിക്കുവാണെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസർ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൺലൈനിന്റെ ബുക്ക് ഞാൻ ഇന്ന് ഓർഡർ ചെയ്താലേ ചിലപ്പോ നാളെ കിട്ടാം, ചിലപ്പോ നാളെ വൈകിട്ടറിയും കിട്ടാം. നാളത്തോട് കൂടി എന്റെ ക്ലാസ് കഴിയും. ഇനി എനിക്ക് പറഞ്ഞു തരാൻ സമയമില്ല, പറഞ്ഞു തരാൻ പറ്റയില്ല. സോ നിങ്ങൾ തന്നെ അത് ഇന്റർവ്യൂവിന്റെ ക്വസ്റ്റ്യൻസ് ബുക്ക് കിട്ടുമെങ്കിൽ അറിയാം, നോക്കി എവിടെയെങ്കിലും വായിക്കാം, അത് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ബുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല, കാര്യമായിട്ടൊന്നും എനിക്ക് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. എനിക്ക് ലിമിറ്റ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്, ഓഫ്ലൈൻ അല്ല. ഓക്കെ. സോ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ഇനി ഇന്റർവ്യൂവിന് ബേസ് ചെയ്തിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കേണ്ട. കാര്യങ്ങളെല്ലാം ഞാൻ ബേസിക് ഉള്ളതെല്ലാം ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി ഏതെങ്കിലും ഇനി അതർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി പിന്നെ ഒരു കാര്യം, നാളെ വരുമ്പോ എല്ലാവരോടും കൂടിയാണ് കേട്ടോ, എല്ലാവരോടും കൂടിയാണ്. നാളത്തോടുകൂടി ക്ലാസ് ഉള്ളൂ. ഞാൻ എന്റെ ശല്യം നാളത്തോട് തീരും. ഓക്കെ. അതുകൊണ്ട് നാളെ വരുമ്പോ ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളൊരു ജസ്റ്റ് ഒരു മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ അത് നാളെ ഒന്ന് എന്നോട് പ്രസന്റ് ചെയ്യണം. നന്നായിട്ട് ഇന്ന് പോയി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നെ എഴുതുക, അത് പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ശേഷം മാത്രം അത് പറയാൻ നോക്കാം. നാളെ വന്ന് എന്തായാലും പ്രസന്റ് ചെയ്യണം, മസ്റ്റ് ആണ് കേട്ടോ. യു ഷുഡ് പ്രസന്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ. ടുമാറോ മസ്റ്റ് ആണ്. ഇതിന്റെ റിക്വസ്റ്റോ കാര്യങ്ങളൊന്നല്ല, ചെയ്യണം. നാളത്തോടും കൂടിയേ ഉള്ളൂ. സോ എന്തായാലും ചെയ്യണം. കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും, അതുകൊണ്ടാണ്. ഓക്കെ. ഫാമിലി മാറ്റേഴ്സ് ഒക്കെ പറയാം, പക്ഷെ ഒരുപാട് പറയണ്ട, ചെറുതായിട്ട് ഷോർട്ട് ആക്കി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം മാത്രം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നാളെ വന്നിട്ട് പ്രസന്റ് ചെയ്യാം. എല്ലാവരും വേണം കേട്ടോ ക്ലാസ്സിൽ. മാക്സിമം ജോയിൻ ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ. Then Jane, miss you. Okay, miss you too. Miss you. ക്ലാസ്സിൽ വരെയൊക്കെ ജോയിൻ ചെയ്യുമില്ലാണ്ട് മിസ് ചെയ്യുന്നോ? ഞാൻ ക്ലാസ് ജോയിൻ ചെയ്യാറുണ്ട്. ആ 4 ക്ലാസ് മിസ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ ക്ലാസ്സിൽ കയറാറുണ്ട്.
ടെൻസ് പറയില്ല, ഒന്നുമില്ല. ടെൻസ് കറങ്ങോ, മനസ്സിലായോ? ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട്? നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടോ ഇംഗ്ലീഷിന്? കോഴ്സിൽ ജോയിൻ ചെയ്ത ടൈമിനേക്കാൾ ഇപ്പോ ബെറ്റർ ആയിട്ടുണ്ടോ? ഉണ്ടോ? ബെറ്റർ ആയിട്ടുണ്ട് മാം. എവിടേക്കും എന്തൊക്കെയോ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി. പറയാനുള്ള ഒരു ധൈര്യം ഉണ്ട്. അത് മിസ് തന്നതാണ് കേട്ടോ. എന്നെ കൊണ്ട് അത്രയും പറ്റിയല്ലോ, അതന്നെ വലിയ കാര്യം. ഓക്കെ, അപ്പൊ നാളെ റെഡി ആയിട്ട് വരാം. നാളെ കുറച്ച് നമുക്ക് സംസാരിക്കാം. എന്തെങ്കിലും വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാം. പ്രത്യേകിച്ച് ക്ലാസ് ഒന്നുമില്ല. ഇനി ക്ലാസ് എടുക്കണ്ട. മതിയായി. നിങ്ങൾക്ക് പഠിച്ചു മതിയായോ? ഇംഗ്ലീഷ് പഠിച്ചു മതിയായോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആണോ? ബോറടിച്ചോ നിങ്ങൾക്ക്? എന്റെ ക്ലാസ് ബോറടിക്കുന്നുണ്ടായിരുന്നോ? ബോറിംഗ് ആണോ? തുടക്കത്തിന് ബോറിംഗ് ആയിരുന്നു, പിന്നെ കുഴപ്പമില്ലായിരുന്നു. തുടക്കത്തിന് ബോറിംഗ് ആയിട്ട് തോന്നിയായിരുന്നു ഒരു 2 weeks ഒക്കെ. അത് കഴിഞ്ഞപ്പോ മിസ് അങ്ങോട്ട് കേറി വന്നു. പിന്നെ എനിക്ക് നിങ്ങൾ ആദ്യം, എന്റെ ഫസ്റ്റ് ബാച്ച് ആണ് നിങ്ങൾ. ഓക്കെ, അപ്പൊ അതിന്റേതായ ടെൻഷൻ എനിക്ക്, ഞാനും ഒരു ഹ്യൂമൻ ബീങ് ആണ്, എനിക്കും എന്റേതായ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങൾ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഓക്കെ, ഞാൻ കൂളായി. പിന്നെന്താണ്? ആ സിന്ധു, ശരിയാണ്. ഇല്ല മിസ്, എനിക്ക് അതും കാണാനായില്ല. ഒരു മാസമായിട്ട് ഫുള്ള് വീട്ടില് ഗസ്റ്റും മരിച്ചതിന്റെ കുറെ പരിപാടികളും അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു മാസമായി ഞാൻ ഒരു ക്ലാസ്സും കാണാതെ. ഇനി ഫ്രീ ആയിണ്ട്. ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ് നല്ല കാണണം മിസ്. ഇംഗ്ലീഷ് പഠിക്കൂ. ഓക്കെ, പിന്നെന്താണ്? എന്തെങ്കിലും പറയാനുണ്ടോ? വലിയൊരു കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് എന്നെ കാണുകയാണെങ്കിൽ, സപ്പോസ് കാണോന്ന് എനിക്കറിയില്ല, കണ്ടാൽ അത് സംസാരിക്കാം. ഓക്കെ, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ. പിന്നെ ഒരു കാര്യം, നാളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ചെയ്ത് ചെയ്യാൻ പറ്റുന്നവർക്ക് ഓൺ ചെയ്ത് ചെയ്യാം കേട്ടോ. ഫേസ് ടു ഫേസ് നോക്കി സംസാരിക്കുമ്പോ ആ ഒരു കോൺഫിഡൻസും കൂടെ വ്യത്യാസം ഉണ്ടാകും. പറ്റുന്നവർ ചെയ്യാം, നിർബന്ധമില്ല, ഞാൻ നിർബന്ധിക്കുന്നില്ല. അതൊരു നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നല്ല കാര്യമാ, നല്ല കാര്യം. നല്ല കാര്യം കേട്ടില്ല. നല്ല കാര്യമാണ് വീഡിയോ ഓപ്പൺ ചെയ്ത് പരസ്പരം അറിയുകയും ചെയ്യാൻ, കാണുകയും ചെയ്യാം. കാരണം 6 മാസമായിട്ട് ഒരുമിച്ച് പഠിച്ച ആൾക്കാരല്ലേ, ഇതുവരെ ഒന്നും മീൻസ് ഫേസ് ടു ഫേസ് കണ്ടിട്ട് പോലുമില്ല. 6 മാസം പഠിച്ചവരുടെ. ജെയിനിന്റെ ഫേസ് എല്ലാ ദിവസവും കാണുന്നുണ്ട്. അത് വീഡിയോ ക്യാമറ ഓൺ ആയിരിക്കും, അത് ഞാൻ ഓഫ് ആക്കി വരുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പോ നാളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാം. ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിക്കാം, റെഡി ആണെങ്കിൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിന്റെ പേര് നമുക്ക്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. ക്ലാസ്. ബൈ. താങ്ക് യു മാം.